ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് +1 പഠിക്കുമ്പോഴാണ്. +1 ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾ റിലേഷനിലാവുന്നത്. അതിനുശേഷം പിന്നെ കോളേജിൽ ഒരുമിച്ചല്ലായിരുന്നു. ഇപ്പോൾ 9 വർഷമായി ഞങ്ങളുടെ കല്യാണമായി. എന്തോ ഒരു ഇമോഷൻ, കുറേ നാൾ ആഗ്രഹിച്ച് കാത്തിരുന്നൊരു മൊമെൻറ്റ്. ഭയങ്കര ഹാപ്പി. വയസ്സിൽ നമ്മൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എനിക്ക് 25 വയസ്സാണ്. ഇത്രയും ഒരു കാലയളവ് നമ്മൾ ഒന്നിച്ചാണ് വളർന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇത് ഫീൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സപ്പോർട്ട് അത് വളരെ വലുതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാന പങ്ക് വഹിച്ചത് അവളാണെന്ന് എനിക്ക് ഇതായിട്ട് പറയാൻ പറ്റും. അതിൽ അവളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വളരെ ഞങ്ങളുടെ കരിയറിനും ഇപ്പോൾ ഒരുമിച്ചാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിൽ കടക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു ഫേസ് ഓഫ് ലൈഫാണ്. അതും ഞങ്ങൾക്ക് നന്നായി പോകാൻ കഴിയട്ടെ എന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി. மீண்டும் மீண்டும் சாரல் போலவே என் மீது மீண்டும் தூரும் இந்த காதலே തോന്നും നേരം പുതു. ഞങ്ങൾ തമ്മിൽ ആക്ച്വലി നല്ല ബോണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമ്മ ജോലിക്ക് പോവായിരുന്നു. എൻ്റെ ഒക്കെ കുഞ്ഞിലെ അമ്മ ജോലിക്ക് പോവായിരുന്നു. അപ്പോൾ ചേച്ചിയും പിന്നെ അച്ചാമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ കാര്യങ്ങളും എന്നെ ഉറക്കിയതും എനിക്ക് ഫുഡ് തന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഒക്കെ ഓർമ്മയുണ്ട്. അപ്പം കൂടുതൽ നോക്കിയിട്ടുള്ളത് കൊണ്ടും ചേച്ചി എന്നുള്ളതിന് ഒരു അതിനെക്കാട്ടിലും ചേച്ചി അമ്മ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ചേട്ടനും ചേട്ടത്തിയും തമ്മിൽ +2 തുടങ്ങിയ റിലേഷനാണ്. അത് ഇവിടം വരെ എത്തിച്ചു. അതിലൊരുപാട് സന്തോഷം. ഞങ്ങൾക്ക് നല്ലൊരു ചേട്ടത്തിയമ്മയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാത്തിലും സന്തോഷം. ആവണിത്താലങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഗോപകുമാരനും മാംഗല്യമായി പന്തലിട്ട് പൊന്മേഘം കണ്ണെഴുതി കാർമേഘം പൊട്ടു തൊട്ട് പൂത്താരം മിന്നു കെട്ടി മിന്നാരം അന്നായിരത്തിരിമാല ചാർത്തിയ കല്യാണമായി.